പ്ലാറ്റ്യൂ ഓഫ് ലേറ്റന്റ് പൊട്ടൻഷ്യൽ എന്ന് കേട്ടിട്ടുണ്ടോ? ജെയിംസ് ക്ലർക്കിന്റെ അറ്റോമിക് ഹാബിറ്റ്സിൽ ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ആണത്. അതായത് നിങ്ങളുടെ റൂമിൽ ടേബിളിൽ ഒരു ഐസ് ക്യൂബ് ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ ആ റൂമിന്റെ ടെമ്പറേച്ചർ ഇപ്പോൾ 25°C ആണ്. ഓക്കെ, നിങ്ങൾ പതുക്കെ ആ റൂമിന്റെ ടെമ്പറേച്ചർ കൂട്ടുകയാണ്. അതായത് 26, 27, 28, 29, 30, 31. ആ ഒരു പോയിന്റ് വരെ ആ ഐസ് ക്യൂബിന് ഒരു ചേഞ്ചും ഇല്ല. ബട്ട് 32°C ആ മൊമെന്റിൽ ആ ഐസ് ക്യൂബ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. സോ അതുവരെയുള്ള ആ ടെമ്പറേച്ചറിൽ ഉണ്ടാക്കിയ ചേഞ്ച് ആ ഐസ് ക്യൂബിന് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റ്, ആ ഒരു 32°C അത് അതിനൊരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഒരു ട്രെമൻഡസ് ചേഞ്ച് സംഭവിക്കാൻ തുടങ്ങാം. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ലൈഫിൽ പല കാര്യങ്ങളും. ലൈഫിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത് വളരെ പതുക്കെയാവുന്ന പറയുന്നത്. അപ്പൊ ഇതിന്റെ മോറൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളൊരു നല്ല ബിഹേവിയേഴ്സ് ഒക്കെ എന്തിലെങ്കിലൊക്കെ വായിച്ച് കേട്ട് ഒക്കെ ചിലപ്പോൾ നമ്മുടെ ലൈഫിലോട്ട് അഡോപ്റ്റ് ചെയ്യും. ആ ഒരു ശീലങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങാതെ ആവുമ്പോൾ ഒരു 1 വീക്ക് 1 മന്ത് ഇതൊക്കെ ട്രൈ ചെയ്ത് നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് നമുക്ക് തോന്നുകയാണ്. ഫീൽ ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെ. നമ്മളൊരു ലീനിയർ പ്രോഗ്രസ് ആണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ഗ്രാഫ് പെട്ടെന്ന് കാണാതാവുമ്പോൾ നമ്മൾ പതിയെ ഈ നല്ലൊരു ബിഹേവിയർ പഠിച്ചത് അവിടെ വഴിയിൽ കളഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ അത് അവിടെ വിട്ടുപോകാം. പക്ഷെ പലപ്പോഴും ഈ ഒരു സ്ട്രോങ് ചേഞ്ച് അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഒരു സിഗ്നിഫിക്കൻറ്റ് ഇംപ്രൂവ്മെന്റ് ലൈഫിൽ സംഭവിക്കുന്നത് ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഒരു ടോട്ടൽ സംഭവമായിരിക്കും. അതായത് ഒരു ടോട്ടൽ തുക എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ കൂടി ഇതിന്റെയൊക്കെ ഒരു ആകെ തുക. അപ്പൊ ഇതുപോലെ ഈ ഐസ് ക്യൂബിൽ സംഭവിച്ചപ്പോൾ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ വലിയൊരു ചേഞ്ചിലേക്ക് അതിനെ ലീഡ് ചെയ്യായിരുന്നു എന്ന് പറയില്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് പല സ്ട്രോങ് ആയിട്ടുള്ള മാറ്റങ്ങളും സംഭവിക്കുന്നത് വളരെ പതിയെ. നിങ്ങൾ മുള കേട്ടിട്ടില്ലേ? അതായത് ബാമ്പുവിന്റെ ഒരു ആദ്യത്തെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 5 ഇയർ എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിരിക്കും. പിന്നീട് ഒരു 6 വീക്ക് കൊണ്ടാണ് അതൊരു 90 അടി ഹൈറ്റ് അതിന് വരുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ലൈഫിലും. അപ്പൊ ആദ്യം നമ്മൾ ഒരു ചെറിയൊരു ബിഹേവിയർ അല്ലെങ്കിൽ അത് ലേൺ ചെയ്യുമ്പോൾ അതിന്റെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാതെ ആവുമ്പോൾ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഫേസ് ഉണ്ട് നമുക്ക്. ആ ഡിസാറ്റിസ്ഫാക്ഷൻ ഫേസ് വി നീഡ് ടു ഓവർകം. ഓക്കെ, എന്നാൽ മാത്രമേ അവിടെ നമുക്കൊരു സക്സസ് അല്ലെങ്കിൽ ഒരു ട്രെമൻഡസ് ചേഞ്ച് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ചേഞ്ച് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.